നമസ്കാരം, ഡീടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു മൂവി കണ്ടു. ഒരു ഹിന്ദി മൂവിയാണ്. എൻ്റെ പേര് ലാപത്ത ലേഡീസ് എന്നാണ്. നമ്മുടെ ആക്ടർ അമീർ ഖാൻ്റെ എക്സ് വൈഫായ കിരൺ റാവു ഡയറക്റ്റ് ചെയ്ത മൂവിയാണ്. കിരൺ റാവു ഇതിനു മുമ്പും വേറൊരു സിനിമ ചെയ്തിട്ടുണ്ട്. ധോബി കട്ട് എന്ന് പറയുന്ന സിനിമയാണ്. 2011 റിലീസ് ചെയ്തൊരു സിനിമയാണ്. വളരെ നല്ല അപ്രിസിയേഷൻ കിട്ടിയിട്ടുള്ള ഒരു നല്ല ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു മൂവിയാണ്. കുറേയധികം കുറേയധികം ലെയേഴ്സ് ഉള്ള ഒരു സിനിമയാണ് ധോബി കട്ട്. പക്ഷേ ലാപത്ത ലേഡീസിലേക്ക് വരുമ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ക്യൂട്ടായിട്ടുള്ളൊരു സിനിമയാണ്. ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. ലാപത്ത ലേഡീസ് എന്ന് പറഞ്ഞാൽ മിസ്സിംഗ് ലേഡീസ് എന്നാണ് അർത്ഥം. ഇത് നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന ഒരു കഥയാണ്. നോർത്ത് ഇന്ത്യയിലെ ഒരു ഗ്രാമത്തിൽ ഒരു വളരെ ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ദിവസം, അതായത് ഏതൊരു നല്ല മുഹൂർത്തമുള്ളൊരു ദിവസം കുറേയധികം വിവാഹങ്ങൾ നടക്കുകയാണ്. വിവാഹ ചടങ്ങുകൾക്കെല്ലാം ശേഷം നമ്മുടെ സിനിമയുടെ നായകനും നായികയും നായകൻ്റെ ഗ്രാമത്തിലേക്ക് നായികയും കൊണ്ട് യാത്രയാവുന്നിടത്താണ് സിനിമ തുടങ്ങുന്നത്. ട്രെയിനിലാണ് യാത്ര. ആ ട്രെയിനിൽ തന്നെ ന്യൂലി വെഡഡ് ആയിട്ടുള്ള കുറേയധികം വേറെയും കപ്പിൾസ് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നോർത്ത് ഇന്ത്യയിലെ അവരുടെ ബ്രൈഡ്സിൻ്റെ കോസ്റ്റ്യൂം എന്ന് പറയുന്നത് റെഡ് കളർ സാരിയാണ്. ഓൾമോസ്റ്റ് എല്ലാ സാരീസും ഒരുപോലെ തന്നെ ഇരിക്കുകയും ചെയ്യും. ഇവരുടെ സാരിയുടെ തുമ്പ് ഇവരിങ്ങനെ തലയുടെ മുകളിൽ കൂടി, അതായത് മുഖത്തേക്ക് ഇങ്ങനെ കവർ ചെയ്തിടും. അതിന് ഘൂംഘട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഘൂംഘട്ടിട്ട് മുഖം മറച്ചിട്ടാണ് നവവധുക്കളെല്ലാവരും യാത്ര ചെയ്യുന്നത്. ഈ ട്രെയിൻ യാത്രയ്ക്കിടയിൽ 2 വധുക്കൾ മിസ്സാവുന്നതാണ് കഥയുടെ ത്രെഡ് എന്ന് പറയുന്നത്. മാൻ മിസ്സിംഗ് കേസാണ് എന്നൊക്കെ പറഞ്ഞ് ഇതൊരു ത്രില്ലർ മൂവിയാണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട. ഇതൊരു കോമഡി ജോണറിൽ പെട്ടിട്ടുള്ള സിനിമയാണ്. എന്നാലും വളരെ അർത്ഥവത്തായിട്ടുള്ള കുറേയധികം ഡയലോഗുകളുള്ള ഒരു നല്ല സിനിമയാണ്. വളരെ തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള കുറേയധികം മൊമെൻറ്റ്സ് സിനിമയിൽ നമുക്ക് ഉടനീളം കാണുവാൻ സാധിക്കും. ഈ മൂവിയുടെ തുടക്കത്തിൽ ഘൂംഘട്ടിട്ടുകൊണ്ട് ഈ നായകൻ്റെ വീട്ടിലേക്ക് യാത്ര പുറപ്പെടുന്ന ഒരു സീനുണ്ട്. അപ്പോൾ അറിയാതെ നായിക കാല് തട്ടി വീഴുവാനായിട്ട് പോകും. ആ സമയത്ത് നായികയുടെ അമ്മ നായികയ്ക്ക് കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്. മോളെ, കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്ത്രീകൾ നേരെ നോക്കിയല്ല നടക്കേണ്ടത്, അല്ലെങ്കിൽ മുന്നോട്ട് നോക്കിയല്ല നടക്കേണ്ടത്, താഴെ നോക്കി വേണം നടക്കാൻ എന്നുള്ളത്. പെൺകുട്ടികളുടെ മാതാപിതാക്കൾ കൂടാതെ പെൺകുട്ടികളും കഴിയുമെങ്കിൽ കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് ലാപത്ത ലേഡീസ്. അവരുടെ ജീവിതത്തിൻ്റെ ചില ഘട്ടത്തിലെങ്കിലും കറക്റ്റായിട്ടുള്ള തീരുമാനം എടുക്കുവാനായിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഒരു ആർജവം ചിലപ്പോൾ ഈ സിനിമയ്ക്ക് കൊടുക്കുവാൻ സാധിക്കും. സിനിമ തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ ചെറുതായിട്ടൊന്ന് ലാഗ് ആവാൻ തുടങ്ങും. പക്ഷേ അവിടെ വെച്ച് സിനിമ നിർത്തരുത്. കുറച്ചും കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ സിനിമ എഗെയിൻ പിക്കപ്പ് ചെയ്യാൻ തുടങ്ങും. പിക്കപ്പ് ചെയ്ത് അവസാനം ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ ഒരു മനോഹരമായ ഒരു നിറവ് തരുന്ന ഒരു ക്ലൈമാക്സോടു കൂടിയാണ് സിനിമ അവസാനിക്കുന്നത്. ഇത് നിങ്ങളുടെ തിരക്കുള്ള ജീവിതത്തിൽ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് നിർബന്ധം കാണേണ്ട ഒരു സിനിമയാണ് എന്നൊന്നും ഞാൻ പറയില്ല. എന്തെങ്കിലും കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടിരിക്കുന്നൊരു ദിവസം, നെറ്റ്ഫ്ലിക്സിൽ സിനിമ കാണാം എന്നൊക്കെ വിചാരിക്കുന്ന ഒരു ദിവസം, സിനിമ ഏത് കാണണം എന്ന് ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഫീൽ ഗുഡ് മൂവിയാണ് ലാപത്ത ലേഡീസ്. തീർച്ചയായും കാണുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഉറപ്പാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.